ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് രാവിലെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ചെറിയ മഴയും എന്നാൽ അധികം വെയിലും ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല തണുപ്പൊക്കെ കൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ കിച്ചണിലെ ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമാധാനം തരുന്ന ഒരു സ്ഥലം കേട്ടോ. രാവിലെ തന്നെ ഒരു ചായയിൽ നമ്മുടെ മോർണിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇതേ കണ്ടോ, അപ്പോഴത്തേക്കും മഴ വന്നിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ കാണുന്ന ഒരു പ്രാവ് അവിടെ ഒരു ഫാമിലിയായിട്ട് താമസിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ അരിപ്പൊടി ഇട്ട ശേഷം അതിൽ കുറച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടുണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് എൻ്റെ സമാധാനത്തിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ പുട്ടിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇട്ടിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഈ നിറപറയുടെ പുട്ടുപൊടിയാട്ടോ ഇഷ്ടം. അതാണ് കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പുട്ടുകുറ്റിയാട്ടോ. പുട്ടുകുറ്റിയല്ല, നമ്മുടെ ഈ ചിരട്ടപ്പുട്ട് പോലത്തെ ഈ ഒരു സാധനത്തിലാണ് ഞങ്ങൾ പുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ വലിയ കുറ്റിയിലുണ്ടാകാൻ ഭയങ്കര പാടാണ്. അതിന് മറ്റേ പുട്ടുകുറ്റിയും വേണം, അതും ഇത് വേണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്, കുക്കറിൽ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. പണ്ട് തൊട്ടേ ഞാൻ കഴിക്കുന്നത് ഈ ഒരു ഈ സ്റ്റീൽ പുട്ടുമേക്കല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പുട്ട് അങ്ങനെ കഴിക്കത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ പുട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അമ്മ പണ്ട് ഞങ്ങൾക്കായിട്ട് മേടിച്ച സാധനം കേട്ടത്. ഇതാകുമ്പോൾ വളരെ കുറച്ചുകൂടെ നമുക്ക് കാണുമ്പോൾ കഴിക്കാനും തോന്നും, അങ്ങനത്തെ ഒരു സാധനത്തിൽ മേടിച്ചതാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്കും വന്നപ്പോഴത്തേക്കും ഇതെനിക്ക് തന്നെ തന്നു കേട്ടോ. പുട്ടുണ്ടാക്കാൻ ഇതൊക്കെ തന്നെ കഴിക്കാൻ തന്നല്ലോ. അങ്ങനെ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പുട്ട് നമ്മുടെ കുക്കറിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും പിന്നെയും മഴ കുറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നും കൂടെ ചായ ഇട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയും പുട്ടും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് എനിക്ക് എന്തോ, ഞാൻ സാധാരണ അങ്ങനെ വീഡിയോ എടുക്കാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും നല്ലൊരു ഡേ ആയതുകൊണ്ടും എനിക്കിന്ന് എടുക്കണം തോന്നി. നല്ല പുട്ടായിരുന്നു, നല്ല കറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.